Welcome to our Onam special series. Onam is incomplete without a grand sadhya. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജേർണി ഒരു വെരി സ്പെഷ്യൽ കറിയോടൊപ്പം ആരംഭിക്കാം കേട്ടോ. ഉള്ളി തീയൽ. ആദ്യം നമുക്ക് തീയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പം ചട്ടി ചൂടാകുമ്പോൾ തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം. ഒന്ന് ചെറുതായി നിറം മാറി വരുമ്പോൾ വളരെ കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് പൂർണ്ണമായും ബ്രൗൺ കളറിലേക്ക് എത്തിയതിന് ശേഷം പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ മല്ലിപ്പൊടി, ശേഷം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ചേർക്കണം കേട്ടോ. എന്നിട്ട് പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായി ഇളക്കിക്കോ. എന്നിട്ട് ഈ വറുത്ത് വെച്ച കൂട്ട് പെട്ടെന്നൊന്ന് ചൂട് പോകാനായിട്ട് പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ തീയലിൻ്റെ കോർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചുവന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കുറച്ച് കനം കൂട്ടി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങാക്കൊത്ത് കൂടി ചെറുതായി നുറുക്കി കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. അതിൻ്റെ പൊട്ടലൊക്കെ തീർത്താൽ ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് നുറുക്കിയതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ശേഷം ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തും അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് നിങ്ങളുടെ പുളി അനുസരിച്ച് വാളംപുളി പിഴിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നേരിയ മധുരത്തിനായി കുറച്ച് ശർക്കര. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ വറുത്തതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ടാവും. അത് മിക്സി ജാറിലോട്ട് മാറ്റി നമുക്ക് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്തതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിനാവശ്യമായ വെള്ളം ചെറു ചൂടുവെള്ളം തന്നെ ജാറിലേക്ക് മാറ്റി ഒരടി കൂടി അടിച്ച ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അരപ്പൊട്ടും നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇനി നന്നായി തിളയ്ക്കാനായിട്ട് വെച്ചാൽ പ്രിപ്പറേഷൻസ് കഴിഞ്ഞ്. അപ്പം നന്നായി തിള വന്നു കഴിഞ്ഞ് തീയൊക്കെ നിർത്തി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് മൂടി അങ്ങ് തുറക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് നമ്മുടെ ഉള്ളി തീയൽ റെഡിയായി കിടന്നിട്ടാവും. അങ്ങനെ കുറഞ്ഞ ടൈം കൊണ്ട് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ ഉള്ളി തീയൽ റെഡിയാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.